28 फरवरी 1928 ईस्वी को उन्होंने अपने तजर्बों की मदद से ये साबित कर दिया कि रोशनी की किरणें लहरों से नहीं ज़र्रात से बनी होती हैं. ഫെബ്രുവരി 28, 1928 ഈസവിക്കോ, ഈസവി എന്നാൽ ക്രിസ്താബ്ദം, ആ ഹംസ ഇട്ടാൽ അതിന് ഈസവി എന്നാണ് പറയുക കേട്ടോ, അങ്ങനെ വായിക്കുക, ഹംസല്ല ആയിനാണ്. അപ്പോൾ ഈസവിക്കോ ഉനോനെ അദ്ദേഹം അപ്പിനെ തജ്രിബോं की मदद से തൻ്റെ പരീക്ഷണങ്ങളുടെ സഹായത്താൽ യേ സാബിത് കർ ദിയ ഈ കാര്യം സ്ഥിരപ്പെടുത്തി കെ എന്തെന്നാൽ റോഷനി കി കിരണേ പ്രകാശത്തിൻ്റെ കിരണങ്ങൾ ലഹ്റോൻ സേ നഹി അത് തരംഗങ്ങളാലല്ല, തരംഗങ്ങളിൽ അല്ല, സറാത്ത് സേ ബനി ഹോത്തി ഹേ അത് അണുക്കളാൽ ഉണ്ടാക്കപ്പെട്ടതാണ് എന്നാണ് അദ്ദേഹം 1928 ഫെബ്രുവരി 28 കണ്ടെത്തിയത്. സയൻസ് കി ദുനിയായെ ഏക് ബഡി ഖോജ് ഥേ ദുനിയാമേ സയൻസ് കി ദുനിയാമേ സയൻസിൻ്റെ ലോകത്ത് ഇത് ഏക് ബഡി ഖോജ് ഥി ഇത് വലിയ ഒരു കുതിച്ചുചാട്ടമായിരുന്നു. രമൻ കി ഇസ് അസീം കാമിയാബി പെർ രാമൻ്റെ ഈ ഒരു വലിയ ഉന്നതമായിട്ടുള്ള വിജയത്തിൻ്റെ മേൽ 1929 ईस्वी में हुकूमत बरीतानिया उन्हें सर का खिताब दिया. 1929 ക്രിസ്താബ്ദത്തിൽ ബ്രിട്ടൻ ഗവൺമെൻറ് ഹുക്കൂമത്തെ ബരീത്താനിയ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉനെ അദ്ദേഹത്തിന് സർ കാ ഖിതാബ് ദിയ, സർ എന്ന പദവി ദിയ നൽകി, ഖിതാബ് എന്ന പദവി. അങ്ങനെ 1930 ഈസവിമേ 1930 ക്രിസ്താബ്ദത്തിൽ അദ്ദേഹം ദുനിയാക്കെ സബ്സെ ബഡേ ഇനാം നോബൽ ഇനാം സെ നവാസ ഗയാ ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനമായിട്ടുള്ള നോബൽ സമ്മാനവും അതും നൽകപ്പെട്ടു. നവാസ ഗയ നൽകപ്പെട്ടു, നവാസ നൽകി, നവാസ ഗയ നൽകപ്പെട്ടു. അപ്പോൾ മജ്ഹൂലാക്കൽ ഗയ എന്നുള്ളത് ചേർക്കുമ്പോഴാട്ടോ, അത് അപ്പോൾ ഇനിയിപ്പോൾ നൽകപ്പെടും എന്നാണ് നവാസ ജായക കേട്ടോ. അങ്ങനെ അത് ജാന എന്നുള്ളതിൻ്റെ പാസ്റ്റാണ് ഗയ. അങ്ങനെ അപ്പോൾ ജാന എന്നുള്ളത് ചേർക്കലാണ് എന്താണ് മജ്ഹൂലാക്കണേ. ബച്ചോ കുട്ടികളെ തുമേ യേ സുൻകർ നിങ്ങൾക്കിത് കേട്ടിട്ട് തഅജ്ജുബ് ഹോഗാം അത്ഭുതമുണ്ടാകും. ഖേ ഉനോനെ അദ്ദേഹം യേ കാമിയാബി ഈ വിജയം സിർഫ് വെറും 300 രൂപയ്ക്ക് 300 രൂപയുടെ ആലാത്ത് സേ ഉപകരണങ്ങളാൽ തജ്രിബ കർക്കെ പരീക്ഷണം നടത്തിയിട്ട് ഹാസിൽ കീ കരസ്ഥമാക്കിയതാണ്. നിങ്ങൾ കേട്ട വെറും 300 രൂപക്കാണ് അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തിയിട്ട് നോബൽ സമ്മാനം നേടിയത് എന്ന് നിങ്ങൾക്ക് കേട്ടാൽ അത്ഭുതമുണ്ടാകും കുട്ടികളെ. ഹിന്ദുസ്ഥാൻ മേ സയൻസ് കെ ഫറോഗ് കെ ലിയെ ഉനോനെ അപ്നെ സാരി പൂഞ്ചി സേ ഏക് തജ്രിബാ ഗാഹ് കായിം की जिसने आगे चलकर रमन इंस्टीट्यूट का नाम पाया. ഇന്ത്യയിൽ സയൻസിൻ്റെ ഫറോഗ് കെ ലിയെ പുരോഗതിക്ക് വേണ്ടി ഉനോനെ അദ്ദേഹം അപ്പിനി തൻ്റെ സാരി പൂഞ്ചി തൻ്റെ മുഴുവൻ ധനവും, പൂഞ്ചി എന്ന മൂലധനത്തിനെ പറയുമ്പോൾ നമ്മൾ എടുത്തുക്കുന്ന ധനം ഉണ്ടാവില്ല അതെ, അതിനാൽ ഏക് തജ്രിബാഗാഹ് ഒരു പരീക്ഷണശാല കായിം കി നിലനിർത്തി ഉണ്ടാക്കി അർത്ഥം. ജിസ്നെ അതിനെ ആകെ ചൽക്കർ മുന്നോട്ട് പോയിട്ട് രമൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കാ നാം രാമൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പേര് പായ ലഭിച്ചു. പാന എന്ന് പറഞ്ഞാൽ ലഭിക്കുക എന്നർത്ഥം. അപ്പോൾ രാമൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള പേരിൽ പിന്നീട് അറിയപ്പെട്ടിട്ടുള്ള ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അത് മുമ്പ് CV രാമൻ തൻ്റെ മുഴുവൻ സമ്പത്തും ചെലവഴിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പരീക്ഷണശാലയായിരുന്നു എന്നുള്ളതാണ്. ഹുക്കൂമത്തെ ഹിന്ദിനെ 1954 ईस्वी में उन्हें भारत रत्न से नवाजा. हुकूमत हिंद ने 1954 ईस्वी में ഇന്ത്യൻ ഗവൺമെൻറ് 1954 ക്രിസ്താബ്ദത്തിൽ അദ്ദേഹത്തിന് ഭാരത് രത്നം എന്നുള്ള ആ ഒരു പദവിയും നവാസ ആ ഒരു സമ്മാനവും നൽകി.
ഇസീലിയെ ഇക്കാരണത്താൽ ഹർ സാൽ എല്ലാ വർഷവും 28 फरवरी को 28 ഫെബ്രുവരി 28 ഹം സയൻസ് ഡേ മനാത്തെ ഹൈ. നമ്മൾ സയൻസ് ഡേ ആയിട്ട് എന്താക്കുന്നു, ആഘോഷിക്കുന്നു. അപ്പോൾ കാരണം ഫെബ്രുവരി 28 അദ്ദേഹം ആ കണ്ടെത്തൽ നടത്തിയത്, അതുകൊണ്ടാട്ടോ. അല്ലാതെ ഈ ഭാരതരത്നം കിട്ടിയതുകൊണ്ടല്ല. ഭാരതരത്നം കിട്ടാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തമാണല്ലോ. അപ്പോൾ കണ്ടുപിടുത്തം കൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു ഭാരതരത്നം കിട്ടിയത്. അപ്പോൾ ആ ഒരു ദിവസം, കണ്ടുപിടിച്ച ദിവസമാണ് 28 ഫെബ്രുവരി. അതുകൊണ്ടാണ് അന്ന് സയൻസ് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്, ആചരിക്കുന്നത്. ക്യോങ്കെ എന്തെന്നാൽ യേ ദിൻ രമൻ കി കാമിയാബി കെ സാത്ത് സാത്ത് സയൻസ് കി ദുനിയാ മേ ഹിന്ദുസ്ഥാൻ और हिंदुस्तान के साइंसदानों की भी कामयाबी का दिन है. क्योंकि എന്തെന്നാൽ യേ ദിൻ, ഈ ദിവസം രമൻ കി കാമിയാബി കെ സാത്ത് സാത്ത്, രാമൻ്റെ വിജയത്തിൻ്റെ കൂടെ സയൻസിൻ്റെ ദുനിയാമേ ലോകത്ത് ഹിന്ദുസ്ഥാൻ ഇന്ത്യ അവർ ഹിന്ദുസ്ഥാൻ കി സയൻസ്ദാനോ കി, ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരുടെ അവരുടെയൊക്കെയും സയൻസ് ദാനോ കി ബി, അവരുടെയും കാമിയാബി കതിന്, അവരുടെയൊക്കെ വിജയത്തിൻ്റെ ദിവസമാകുന്നു എന്ന് ഫെബ്രുവരി 28 എന്നുള്ളത്. മൗത് സേ കുച്ച് ദിനോ പഹ്ലെ, മരണത്തിൻ്റെ കുറച്ച് ദിവസം മുമ്പ് രാമൻ അപ്പനെ ഡോക്ടർ സേ കഹാത്ത, തൻ്റെ ഡോക്ടറോട് പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞത്? യേ 100% മേ 100% കാം കർനെ വാലി ജിന്ദഗി ഗുസാർനെ മേ യക്കീൻ രഖ്താ ഹൂം. ഞാൻ 100% 100% കാം കർനെ വാലി, ജോലി ചെയ്യുന്ന ജിന്ദഗി ഗുസാർനെ മേ, ജീവിതം നയിക്കുന്നതിൽ യക്കീൻ രഖ്താ ഹോ, എനിക്കുറപ്പുണ്ട്. ഞാൻ 100% എൻ്റെ ജീവിതത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്, വെറുതെ നടന്നിട്ടില്ല എന്ന്. അങ്ങനെ അപ്പോൾ അങ്ങനെ വേണം നമ്മളൊക്കെ ജീവിതം. ഓക്കെ. ഇനി 21 नवंबर 1970 ईस्वी को भारत का ये अजीम सपूत हमसे रुखसत हो गया. उनकी ज़िंदगी आज भी हमें अमल का पैगाम देती है. അങ്ങനെ നവംബർ 21, 1970 ഭാരതത്തിൻ്റെ ഈ ഒരു മഹോന്നതനായിട്ടുള്ള സൽപുത്രൻ ഹംസെ നമ്മളിൽ നിന്ന് റുഖ്സത്ത് ഹോ ഗയ, വിട പറഞ്ഞു. ഉൻകി ജിന്ദഗി, അദ്ദേഹത്തിൻ്റെ ജീവിതം, ആജ് ബി, ഇന്നും ഹമേ അമൽ കാ പൈഗാം ദേത്തി ഹേ, നമുക്ക് ഇന്നും ജോലി ചെയ്യാൻ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നതിനുള്ള സന്ദേശമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതിലുള്ള പഠിച്ച വാക്കുകളൊക്കെ ഉഷാറായിട്ട് നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുത്തിട്ട് മുഴുവനായിട്ട് എല്ലാ പുതിയ വാക്കുകൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, അത് പഠിക്കുക. അതുപോലെ തന്നെ ഈ ചോദ്യോത്തരങ്ങൾ നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഉത്തരം കണ്ടെത്തിയിട്ട് എഴുതുക. എന്നയക്കുന്ന വർക്കിൽ അത് അപ്ലോഡ് ചെയ്യാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും.